ഏഴിലംപാല വൃക്ഷത്തിന്റെ സൈറൻ. കേരളത്തിലെ ഒരു ചെറിയ ഒറ്റപ്പെട്ട ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വലുതും പുരാതനവുമായ ഏഴിലംപാല വൃക്ഷം നിലനിന്നിരുന്നു. അതിന്റെ ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നീണ്ടു നിൽക്കുന്നു. നിഗൂഢതകളും നാടോടിക്കഥകളും മൂടിയിരിക്കുന്നു. ഗ്രാമവാസികൾ എപ്പോഴും അതിന്റെ ആഴങ്ങളിൽ വസിക്കുന്ന പ്രേതത്തെക്കുറിച്ച് നിശബ്ദ സ്വരത്തിലാണ് സംസാരിച്ചിരുന്നത്. പുരുഷന്മാരുടെ ജീവശക്തിയെ ഊറ്റിയെടുക്കുന്നതിനു മുമ്പ് അവളുടെ സൗന്ദര്യത്താൽ വശീകരിക്കാൻ അറിയപ്പെടുന്ന ഒരു ദുഷ്ടാത്മാവ്. വരുണി എന്നറിയപ്പെടുന്ന പ്രേതം ഒരു കാലത്ത് അതിമനോഹരമായ ഒരു സ്ത്രീയായിരുന്നു. നീണ്ട ഒഴുകുന്ന മുടിയും ആകർഷകമായ കണ്ണുകളുമുള്ള അവൾ ആകർഷണത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ അവളുടെ ദാരുണമായ മരണശേഷം അവൾ രക്തദാഹിയായ ഒരു അസ്തിത്വമായി മാറി. കഠാര പോലെ മൂർച്ചയുള്ള 2 ദംഷ്ട്രകൾ ഉപയോഗിച്ച് നിരപരാധികളുടെ രക്തം കുടിച്ചു. അവളുടെ ശരീരവടിവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒഴുകുന്ന ചുവന്ന സാരി ധരിച്ച് അവൾ പലപ്പോഴും സംശയാസ്പദമായ പുരുഷന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. അവളുടെ സൗന്ദര്യം അവരെ തീജ്വാലയിൽ കുടുക്കുന്നതുപോലെ അവരെ കെണിയിൽ വീഴ്ത്തി. ഗ്രാമീണർക്കിടയിൽ അർജുനും അവന്റെ ഉറ്റ സുഹൃത്ത് രവിയും താമസിച്ചിരുന്നു. ഇരുവരും വേർപിരിയാൻ കഴിയാത്തവരായിരുന്നു. സ്വപ്നങ്ങളും ചിരിയും രഹസ്യങ്ങളും പങ്കുവച്ചു. രവി ഹൃദയത്തിൽ ഒരു പ്രണയിനിയായിരുന്നു. പലപ്പോഴും പ്രണയത്തെക്കുറിച്ച് ദിവാസ്വപ്നം കണ്ടു. അതേസമയം അർജുൻ എപ്പോഴും തന്റെ സുഹൃത്തിനെ കാര്യമായിരുന്നു. അവരുടെ സൗഹൃദം ഉടൻ തന്നെ ഏറ്റവും ഭയാനകമായ രീതിയിൽ പരീക്ഷിക്കപ്പെടുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഒരു നിർഭാഗ്യകരമായ സായാഹ്നത്തിൽ സൂര്യൻ ചക്രവാളത്തിന് താഴെയായി അസ്തമിച്ചുകൊണ്ട് ഗ്രാമത്തിന് മുകളിൽ ഒരു ഓറഞ്ച് പ്രകാശം പരത്തിയപ്പോൾ രവി ഏഴിലംപാല വൃക്ഷത്തിന് സമീപം എത്തി. അവിടെ വെച്ചാണ് അവൻ ആദ്യം വരുണിയെ കണ്ടത്. അവൾ മനുഷ്യരൂപത്തിൽ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സന്ധ്യ ആകാശത്ത് അവളുടെ സൗന്ദര്യം തിളങ്ങി. അവളുടെ കണ്ണുകൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി. അവളുടെ പുഞ്ചിരി സാഹസികതയുടെ ഒരു വാഗ്ദാനമായിരുന്നു. "നീ ആരാണ്?" രവി മോഹഭംഗത്തോടെ ചോദിച്ചു. "ഞാൻ ഇതുവഴി കടന്നുപോകുന്ന ഒരു യാത്രക്കാരിയാണ്," അവൾ മറുപടി പറഞ്ഞു. തേൻ പോലെ മൃദുവായ അവളുടെ ശബ്ദം. "നിങ്ങൾ എന്നോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ?" രവി അടുത്തേക്ക് ചെല്ലുമ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് അനുഭവപ്പെട്ടു. അവർ സംസാരിച്ചു ചിരിച്ചു. വരുണി പതുക്കെ രവിയുടെ ശരീരത്തിലേക്ക് ചാരി. അവളുടെ ശ്വാസം അവന്റെ ചർമ്മത്തിൽ ചൂടായി. ആ നിമിഷം മറ്റെല്ലാം മങ്ങി. അവർ രണ്ടുപേരും അവരുടേതായ ഒരു ലോകത്ത് ആയി. രാത്രി ആഴം കൂടുന്നതനുസരിച്ച് വരുണി രവിയെ ഒരു ആലിംഗനത്തിലേക്ക് വലിച്ചു. അവരുടെ ശരീരങ്ങൾ പരസ്പരം യോജിച്ചു. അവളെ ചുംബിക്കണമെന്ന അതിയായ ആഗ്രഹം അയാൾക്ക് തോന്നി. അവരുടെ ചുണ്ടുകൾ കൂട്ടിമുട്ടിയപ്പോൾ ഒരു വികാരത്തിന്റെ ചുഴലിക്കാറ്റ് അയാളെ വിഴുങ്ങി. അവളുടെ കൈകൾ അവന്റെ പുറകിൽ ചുറ്റിത്തിരിഞ്ഞു. അവന്റെ ഉള്ളിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തീ ആളിക്കെത്തി. പക്ഷേ അവളുടെ സൗന്ദര്യത്തിന്റെ ഉപരിതലത്തിനടിയിൽ ഒരു ഇരുണ്ട വിശപ്പ് ഒളിഞ്ഞിരുന്നു. അവർ ചുംബിക്കുമ്പോൾ വരുണി മന്ത്രിച്ചു, "എനിക്ക് നിന്നെ എത്രമാത്രം വേണമെന്ന് നിനക്കറിയില്ല." ഒരു നിമിഷം കൊണ്ട് അവളുടെ പെരുമാറ്റം മാറി. അവന്റെ കഴുത്തിൽ കുടിച്ചുകൊണ്ട് അവൾ തന്റെ ദംഷ്ട്രകൾ അവന്റെ കഴുത്തിലേക്ക് ആഴ്ത്തി. ശരീരത്തിൽ നിന്ന് ചൂട് വിട്ടുപോകുന്നത് അനുഭവപ്പെട്ടപ്പോൾ രവി ശ്വാസം മുട്ടി. ഞെട്ടലും വഞ്ചനയും അവന്റെ മുഖത്ത് മിന്നിമറഞ്ഞു. ജീവൻ അവനിൽ നിന്ന് ഒഴുകിപ്പോയപ്പോൾ അവൻ മുട്ടുകുത്തി വീണു. പ്രേത സൗന്ദര്യത്തെ അവസാനമായി വേദനയോടെ നോക്കി അവൻ മരണത്തിന് കീഴടങ്ങി. രവിയുടെ മരണത്തിൽ ഗ്രാമം വിലപിച്ചു. പക്ഷേ അർജുനൻ അവന്റെ ഉള്ളിൽ അടങ്ങാത്ത കോപം തിളച്ചുമറിയുന്നതായി തോന്നി. സ്ത്രീവേഷം ധരിച്ച ഒരു യക്ഷി തന്റെ ഉറ്റ സുഹൃത്തിനെ പിടികൂടിയത് അവന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച അദ്ദേഹം ഗ്രാമത്തിലെ മുതിർന്നവരുടെ ജ്ഞാനം തേടി. അവർ പ്രേതത്തെക്കുറിച്ച് സംസാരിച്ചു. അവളുടെ വശീകരണ രീതികളെക്കുറിച്ചും അവളുടെ മന്ത്രത്തിൽ വീഴുന്ന ആർക്കും കാത്തിരിക്കുന്ന ഭയാനകമായ വിധിയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകി. "ക്ഷേത്രത്തിൽ ഒരു പുരോഹിതനുണ്ട്. അവൻ നിങ്ങളെ സഹായിക്കും," ഒരു മൂപ്പൻ പറഞ്ഞു. "അവന്റെ കൈവശം ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുന്ന വിശുദ്ധജലം ഉണ്ട്. പക്ഷേ നിങ്ങൾ ജാഗ്രത പാലിക്കണം. അവൾ നിങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കും." അർജുൻ തലയാട്ടി. നെഞ്ചിൽ ഉറച്ച തീരുമാനമെടുത്തു. പുരോഹിതൻ കാത്തിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് അയാൾ പോയി. വാടിയ മുഖവും ജാനമുള്ള കണ്ണുകളുമുള്ള വൃദ്ധൻ അർജുൻ തന്റെ സുഹൃത്തിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ടു. ഏഴിലംപാല വൃക്ഷമാണ് അവളുടെ ശക്തിയുടെ ഉറവിടം, പുരോഹിതൻ നിർദ്ദേശിച്ചു. വിശുദ്ധജലം നിറച്ച കമണ്ടലു അർജുനൻ നൽകി. "നീ ഇത് മരത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. പക്ഷേ ആദ്യം
അവളുടെ ആകർഷണത്തിൽ നിന്ന് നീ സ്വയം സംരക്ഷിക്കണം. സമയമാകുമ്പോൾ ഞാൻ നിനക്ക് നൽകുന്ന മാന്ത്രിക വാക്ക് പറയണം. അർജുൻ തന്റെ ദൗത്യത്തിന്റെ ഭാരം അനുഭവിച്ചുകൊണ്ട് കമണ്ഡൽ സ്വീകരിച്ചു. പ്രതീക്ഷയും ഭയവും കൊണ്ട് ഹൃദയം മിടിക്കുന്ന അവൻ ഗ്രാമത്തിലേക്ക് മടങ്ങി. ഏഴിലംപാല വൃക്ഷത്തിന്റെ സമീപത്തെത്തി അവന്റെ ശരീരത്തിൽ ഒരു കുളിർ പടർന്നു. ആ മരം അവന്റെ മുന്നിൽ വളർന്നു വന്നു. അസ്ഥികൂട വിരലുകൾ രാത്രി ആകാശത്തേക്ക് എത്തുന്നതുപോലെ അതിന്റെ വളഞ്ഞ ശാഖകൾ. പെട്ടെന്ന് വരുണി പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മോഹിപ്പിക്കുന്ന രൂപം ചന്ദ്രപ്രകാശത്താൽ പ്രകാശിതമായി. സുന്ദരനായ അപരിചിത, നീ എന്തിനാണ് വന്നത്? അവൾ പിറുപിറുത്തു. അവളുടെ ശബ്ദം വശീകരണത്താൽ തുള്ളിച്ചാടുന്നു. എന്റെ കൂടെ നിൽക്കൂ, നിങ്ങളുടെ സങ്കല്പത്തിനപ്പുറമുള്ള ആനന്ദങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അർജുന്റെ ഹൃദയം അതിവേഗം മിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുരോഹിതന്റെ വാക്കുകൾ അവൻ ഓർത്തു. നിന്റെ തന്ത്രങ്ങളിൽ ഞാൻ വീഴില്ല. അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു. നീ എന്റെ സുഹൃത്തിനെ എടുത്തു, പക്ഷേ ഞാൻ എന്നെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. വരുണിയുടെ മുഖം ഇരുണ്ടുപോയി. അവളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തി. എന്നെ ചെറുക്കാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ? അവൾ അവന്റെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു. അവളുടെ ദംഷ്ട്രകൾ നിലാവിൽ അശുഭകരമായി തിളങ്ങി. നീ ഇതിൽ ഖേദിക്കും. ആ നിമിഷം അവൾ അവന്റെ നേരെ പാഞ്ഞു. പക്ഷേ അർജുൻ പെട്ടെന്ന് പുരോഹിതൻ പഠിപ്പിച്ച മാന്ത്രിക വാക്ക് ഉരുവിട്ടു. അനുഗ്രഹ. അവൻ അലറി. ഒരു പ്രകാശ തടസ്സം അവനെ ചുറ്റി അവളെ പിന്തിരിപ്പിച്ചു. അവൻ ഏഴിലംപാല മരത്തിന്റെ വേരുകളിലേക്ക് ഓടിക്കേറി കമണ്ഡലുവിലെ പുണ്യജലം ഒഴിച്ചു. വെള്ളം നിലത്തേക്ക് ഇരിച്ചുകയറി. ഉടനെ മരം വിറയ്ക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ വരുണിയിൽ നിന്ന് ഒരു ദുഷ്ടമായ നിലവിളി ഉയർന്നു. സംഭവിച്ചതിന്റെ ദുഃഖത്താൽ ഹൃദയം ഭാരപ്പെട്ട് അർജുൻ പിന്നിലേക്ക് നിന്നു. തന്റെ സുഹൃത്തിന്റെ മരണത്തിനു പകരം വീട്ടിയെങ്കിലും അതിന് വലിയ വില നൽകേണ്ടി വന്നു. ഏഴിലംപാല മരം തീയിൽ വീഴുമ്പോൾ തീജ്വാലകൾ ഉയർന്നിരുന്നു. രാത്രി ആകാശത്തെ പ്രകാശിപ്പിച്ചു. ഗ്രാമത്തിൽ പ്രതിധ്വനിച്ചു. നിരവധി ജീവൻ അപഹരിച്ച ഇരുണ്ട ആത്മാവിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായി വരുണിയുടെ നിലവിളികൾ. ഗ്രാമം ഉണർന്നപ്പോൾ മരം ചാരമായി. വായുവിൽ പുകയുടെയും നാശത്തിന്റെയും കട്ടിയുള്ള ഗന്ധം. അർജുൻ ഗ്രാമവാസികൾക്കിടയിൽ നിന്നു. മുഖത്ത് ദുഃഖം പതിഞ്ഞിരുന്നു. പക്ഷേ പേടി സ്വപ്നം ഒടുവിൽ അവസാനിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ആശ്വാസം അവനിൽ നിറഞ്ഞു. രവിയുടെ ആത്മാവിന് ഇപ്പോൾ സമാധാനത്തോടെ വിശ്രമിക്കാൻ കഴിയും. ഗ്രാമവാസികൾ അവരുടെ നഷ്ടങ്ങളിൽ ദുഃഖിച്ചു. പക്ഷേ പ്രേതത്തെ നേരിട്ട് വിജയിച്ച അർജുനന്റെ ധീരതയും അവർ ആഘോഷിച്ചു. വരുണിയുടെ കഥ ഒരു മുന്നറിയിപ്പിന്റെ കഥയായി. സൗന്ദര്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഇരുട്ടിന്റെയും മരണത്തെ പോലും മറികടക്കുന്ന സൗഹൃദ ബന്ധത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കും.